ഉണ്ണീശു ജനിച്ച ദിവസമാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരി വൈനുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസും പ്ലം കേക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കുറേ കാലത്തെ ഡൗട്ടാണ്. അങ്ങനെ നമ്മൾ പ്ലം കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണീശുവിനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും ഫുൾ വൈറ്റ് ആൻഡ് വൈറ്റിലൊക്കെ ഇട്ട് നമ്മൾ ക്രിസ്മസ് അങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പോവുകയാണേ. അങ്ങനെ നമ്മൾ നൈറ്റ് 12 മണിയാകുമ്പോഴത്തേനും നമ്മൾ എവിടേക്കാണ് വന്നിരിക്കുന്നത് അറിയോ? നമ്മൾ ചർച്ചിലേക്കാണ് വന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ക്രിസ്മസ് ഡേൻ്റെ അന്നാണ് നമ്മൾ ചർച്ചിൽ വന്നിട്ട് അവരുടെ പ്രെയറിലൊക്കെ പങ്കെടുത്തത്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പോയതേ അറിഞ്ഞില്ല. അപ്പോഴത്തേനും ഈ വർഷത്തെ ക്രിസ്മസ് എത്തി. ഇനിയിപ്പോൾ 5 ദിവസമേ ഉള്ളൂ ന്യൂ ഇയർ ആകാൻ വേണ്ടിയില്ലേ. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും മാസങ്ങളൊക്കെ പോണത് ഇല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ പോണത് മാതാവിൻ്റെ അടുത്തേക്കാണ്. മാതാവുമായിട്ട് കുറച്ചധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം കണ്ണൂർ യാത്രയിൽ നമ്മൾ മാഹി ചർച്ചിൽ കയറിയിട്ട് അവിടെ നിന്ന് മാതാവിനെ കണ്ട് തൊഴുതിട്ടൊക്കെ ആയിട്ടാണ് നമ്മുടെ അങ്ങോട്ടുള്ള യാത്ര ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് മാതാവിനെയും കണ്ട് നന്നായി തൊഴുതതിന് ശേഷം ഞങ്ങൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഏകദേശം 12 മണി കഴിയാറായി. അപ്പോഴത്തേനാണ് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ക്രിസ്മസ് ഒക്കെ സെലിബ്രേഷൻ ചെയ്തു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ലവ് ആൻഡ് ബൈ.